നമസ്കാരം, ഭാഗ്യം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയുന്നത് ഒരു ഭാഗ്യത്തിൻ്റെ ടിപ്പാണ്. അത് നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ വലിയ കാര്യങ്ങൾക്കൊക്കെ ജ്യോതിഷത്തിനൊക്കെ ചെന്ന് മുഹൂർത്തം നോക്കും, ശരി. പക്ഷേ സംഖ്യാശാസ്ത്രം അനുസരിച്ച് നമ്മൾ കുറേ സമയങ്ങൾ പറയുന്നു, കുറച്ച് കൂടുതലുണ്ട്. ഓക്കെ, ആ സമയത്ത് ഫോൺ ചെയ്യുക. ഏത് ചെറിയ കാര്യമാണെങ്കിലും ആ സമയത്ത് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പരമാവധി പോസിറ്റീവ് റിസൾട്ട് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഒരു ഫോൺ വിളിക്കുന്നു, നമ്മളിപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടാനുണ്ട്, അത് നമ്മൾ അതിനുവേണ്ടി വിളിക്കുമ്പോൾ പ്രത്യേക ടൈം നോക്കുക. അതായത് ഞാൻ പറയുന്നത് മുഹൂർത്തമല്ല ഞാൻ പറയുന്നത്. ഓക്കെ, ജ്യോതിഷം അനുസരിച്ചുള്ള മുഹൂർത്തമല്ല പറയുന്നത്. ബ്രഹ്മ മുഹൂർത്തമോ അല്ലെങ്കിൽ അഭിജിത്ത് മുഹൂർത്തമോ അമൃതകാലമോ ഒന്നുമല്ല പറയുന്നത്. ഓക്കെ, മറിച്ച് ന്യൂമറോളജി, സംഖ്യാശാസ്ത്രം അനുസരിച്ച് ഉള്ള സമയങ്ങൾ അത് നമ്മൾ ശ്രദ്ധിച്ച് എടുക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, ഇതിനോട് ചേർത്ത് പറയാവുന്ന കാര്യമാണ്. അതായത് നമ്മുടെ കയ്യിൽ പണം വരുന്നില്ല. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഒരു ബിസിനസ്സുകാരനായാലും ഇപ്പോൾ ശമ്പളം മേടിക്കുന്ന ആൾക്കാരാണെങ്കിൽ മാസം കൃത്യമായിട്ട് ശമ്പളം കിട്ടും, ശരി. പക്ഷെ എന്നാൽ തന്നെയും പല രീതിയിൽ നമുക്ക് അല്ലാതെയും പണം വരാം. അപ്പോൾ അതിനൊക്കെ താമസം വരുമ്പോൾ നമ്മുടെ കയ്യിൽ നമ്മുടെ അക്കൗണ്ടിൽ കാശില്ല, കയ്യിലും കാശില്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യണം. അക്കൗണ്ടിലെന്ന് പറയുമ്പോൾ എങ്ങനെയായാലും 10-15 രൂപയെങ്കിലും കാണുമല്ലോ. ഓക്കെ, അപ്പോൾ ഗൂഗിൾ പേ ചെയ്യുക. ആർക്ക്? നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുള്ള ഒരാൾക്ക് വെറുതെ 1 രൂപ ഗൂഗിൾ പേ ചെയ്യുക. ഓക്കെ, ഇത് സംഭവമൊന്നുമില്ല. അപ്പോൾ അയാൾ ചോദിക്കുക, എന്തിനാ ഈ കാശ് അയച്ചത്? ഞാൻ പറഞ്ഞാൽ മതി, വെറുതെ അയച്ചതാണ്, വെറുതെ ടൈം പാസിന് വേണ്ടി ചെയ്തതാണെന്ന് പറഞ്ഞാൽ മതി. യഥാർത്ഥ രഹസ്യമൊന്നും പറയണ്ട. പക്ഷേ ഭാഗ്യമുള്ളവർക്ക് 1 രൂപയൊന്നുമല്ല, അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചുള്ള ഒരു തുക വെറുതെ ഗൂഗിൾ പേ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഉള്ള മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ പലപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ സംഭവം അത് ഒരു സബ്ജക്റ്റാണ്. പ്രധാനമായിട്ടുള്ള സബ്ജക്റ്റിലേക്ക് വരാം. അതിനു മുമ്പ് ഞാൻ പറയാം, പ്രധാനമായിട്ടും ഈ പുതിയ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് അത് പറയുന്നത്. അതായത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഭാഗ്യം ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത്. ഞങ്ങൾ സ്വയം പുകഴ്ത്തുന്നത് മര്യാദകേടാണെന്നറിയാം, പക്ഷേ ഞാനിത് പറയാതെ നിങ്ങളെങ്ങനെ അറിയും? അതുകൊണ്ടാണ് പച്ചക്കങ്ങ് പറയുന്നത്. ഞങ്ങളുടെ ചാനൽ ഒരു പരീക്ഷണത്തിന് വേണ്ടി 2 മാസത്തേക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അത് കൂടാതെ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റിനും സംഭവിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് സംഭവിക്കുന്നതെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, കാരണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും കണ്ടുകൊണ്ടിരുന്നാലും നിങ്ങൾക്ക് ഭാഗ്യം വരുമെന്നാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ആദ്യത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എനിവേ, ഞങ്ങളുടെ ചാനൽ ഒരു 2 മാസത്തേക്ക് പരീക്ഷണാർത്ഥം സബ്സ്ക്രൈബ് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ 2 മാസം അപ്പോൾ ഞങ്ങൾ പറയുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഭാഗ്യം വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ പരീക്ഷണത്തിന് വേണ്ടി ഒരു 2 മാസത്തേക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ഭാഗ്യമൊന്നുമല്ല, നിർഭാഗ്യം വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ സംഭവം ഇതിനകത്ത് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് സംഖ്യാശാസ്ത്രം അനുസരിച്ചുള്ള ടൈമിങ്സ്. ഓക്കെ, പക്ഷേ ഇത് ചെയ്യുമ്പോഴും നിങ്ങൾ കുറഞ്ഞ പക്ഷം രാഹുകാലമെങ്കിലും നോക്കുക. ഓക്കെ,
ആ സമയത്ത് ഇത് ചെയ്യരുത്. ഓരോ ദിവസം മാറി മാറി വരുമല്ലോ. അതിൻ്റെ കറക്റ്റ് ടൈമിങ് ഇപ്പോൾ കലണ്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ ശനിയാഴ്ച രാവിലെ 9 മണി തൊട്ട് 10:30 വരെയാണ്. പക്ഷെ അതിൻ്റെ കറക്റ്റ് ടൈമിങ് അതല്ല. കലണ്ടറിൽ കിടക്കുന്നത് ഏകദേശ സമയം മാത്രമാണ്. ഞങ്ങളുടെ ചാനൽ, ഭാഗ്യം ചാനൽ മാത്രമല്ല, വെളിച്ചം ചാനൽ എന്ന് പറഞ്ഞ് എനിക്ക് വേറൊരു ചാനലുണ്ട്. അതിനകത്ത് ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങളാണ് പറയുന്നത്. അതിനകത്ത് 2 ദിവസം കൂടുമ്പോൾ ദിനഫലങ്ങൾ അഥവാ രാശിഫലങ്ങൾ ഇടുന്നുണ്ട്. അതിനകത്ത് നമ്മൾ ഈ രാഹുകാലവും മറ്റ് കാലങ്ങളുമൊക്കെ നമ്മൾ എല്ലാ 2 ദിവസം കൂടുമ്പോഴും അതിൻ്റെ കറക്റ്റ് ടൈമിങ് ഇടുന്നുണ്ട് രാഹുകാലത്തിൻ്റെ. അപ്പോൾ അത് കാണാൻ ശ്രമിക്കുക. ഓക്കെ, രാഹുകാലമൊക്കെ അതിൻ്റെ കറക്റ്റ് ടൈമിങ് അറിയണമെങ്കിൽ. ഓക്കെ, അപ്പോൾ സംഭവം ഞങ്ങൾ പറയുന്നത് സംഖ്യാശാസ്ത്രം അനുസരിച്ച്, ന്യൂമറോളജി അനുസരിച്ച് സമയങ്ങൾ, നമ്മുടെ എല്ലാവരുടെയും കയ്യിലും മൊബൈലുണ്ടല്ലോ, വാച്ചുമുണ്ട്. ഓക്കെ, ടൈം നോക്കുക. ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾ പറയുന്ന സമയം എന്ന് പറയുന്നത് രാവിലെ 11 മണി 11 മിനിറ്റ്. ഓക്കെ, ഇതൊരു ഏഞ്ചൽ നമ്പറാണ്, ഒരു ദൈവികമായിട്ടുള്ള നമ്പറാണ്. 1 1 1 1 4 1 വരുന്നു. ഇത് വളരെയധികം പ്രാധാന്യമുള്ളൊരു സമയമാണ്. അപ്പോൾ ഈ സമയത്ത്, ഈ പറയുന്ന സമയത്ത് 11 മണി 11 മിനിറ്റ് രാവിലെ, രാത്രിയിലും തുല്യമായിട്ടുള്ള സംഭവങ്ങൾ തന്നെ. നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു ഫോൺ കാള് 11 മണി 11 മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾ ചെയ്തു നോക്കുക. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇതെല്ലാം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഞാൻ പറയുന്ന പോലെ ചെയ്തിട്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. പിന്നെ ഇതങ്ങ് ശീലമാവും. അപ്പോൾ ഈ 11 മണി 11 മിനിറ്റ് രാവിലെ, രാത്രിയിലും ഭാഗ്യമുള്ള സമയം, ഒരു ദൈവികമായിട്ടുള്ള നമ്പറാണ്. ഓക്കെ, ഇത് കൂടാതെ ഉച്ചയ്ക്ക് 12 മണി 12 മിനിറ്റ്, ഉച്ചയ്ക്ക് 1 മണി 11 മിനിറ്റ്, ഇത് രാത്രിയിലും ആവാം. ഓക്കെ, വെളുപ്പിനും ഒക്കെ ആവാം. 2 മണി 22 മിനിറ്റ്, 3 മണി 33 മിനിറ്റ്, 4 മണി 44 മിനിറ്റ്, 5 മണി 55 മിനിറ്റ്. ഇതെല്ലാം തന്നെ ഫാൻസി നമ്പേഴ്സാണ്. ഓക്കെ, ഇതിനകത്തൊക്കെ തന്നെ കാര്യങ്ങളുണ്ട്. എനിക്ക് 64 വയസ്സുണ്ട്, ചുമ്മാ അല്ല രാവിലെ വന്നിരുന്ന് ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. അതായത് നിങ്ങളെ ഭാഗ്യം കൊണ്ട്, സൗഭാഗ്യം കൊണ്ട് മൂടുക എന്നുള്ളതാണ് ഭാഗ്യം ചാനലിൻ്റെ ലക്ഷ്യം. ഓക്കെ, അത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ, ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുടെ ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിലും സൗഭാഗ്യങ്ങളുടെ പെരുമഴ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിന് ആദ്യം വേണ്ടത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സംഭവം പിന്നെ ഈ പെരുമഴ 10 മിനിറ്റ് കൂടുതൽ പെയ്ത് കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം ഉണ്ടാകും. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ വീഡിയോസും പൊതുവേ 10 മിനിറ്റിനുള്ളിൽ ഒതുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ ഞാൻ ഇനി പറയുന്ന സംഭവങ്ങൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 11 മണി 11 മിനിറ്റ് മുതൽ 5 മണി 55 മിനിറ്റ് എന്ന് ഞാൻ പറഞ്ഞു. ഇതെല്ലാം തന്നെ സൗഭാഗ്യങ്ങളുള്ള സമയങ്ങളാണ് ന്യൂമറോളജി അനുസരിച്ച്. ഓക്കെ, അപ്പോൾ എന്നിട്ട് പിന്നെയുണ്ട് സമയം. ഈ സമയങ്ങൾ മാത്രം, ഈ സമയങ്ങളൊക്കെ തന്നെ രാവിലെയും രാത്രിയിലും നമുക്ക് ബാധകമാണ്. ഓക്കെ, ഇനി ഞങ്ങൾ ഓരോ മിനിറ്റിലും, നിങ്ങളുടെ ഓരോ നിമിഷത്തിലും വരുന്ന ഭാഗ്യമുള്ള സമയങ്ങൾ. പൊതുവെ 9 എന്ന് പറയുന്നത് എല്ലാവർക്കും ഭാഗ്യസംഖ്യയാണ് പൊതുവെ. അപ്പോൾ 9 തൊട്ട് തുടങ്ങാം. രാവിലെ 9 മണി, രാത്രി 9 മണി. ഈ പറയുന്ന സമയങ്ങൾക്കെല്ലാം രാവിലെയും രാത്രിയുണ്ട്. ഓക്കെ, അപ്പോൾ രാവിലെ 9 മണിക്ക് നിങ്ങളൊരാൾ ഫോൺ ചെയ്യുന്നു, അതിന് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവുമെന്ന് ഞങ്ങൾ പറയുന്നു. അനുഭവത്തിലൂടെ നിങ്ങളത് മനസ്സിലാക്കുക. എപ്പോഴും ക്ലിക്കാവണമെന്നില്ല, എന്നാൽ തന്നെയും വലിയൊരു അളവ് തന്നെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. 9 മണി 9 മിനിറ്റ്, 9 മണി മാത്രമല്ല, 9 മണി 9 മിനിറ്റ്, 9 മണി 18 മിനിറ്റ്,
9:27, 9:36, 9:45, 9:54, 10 മണി 8 മിനിറ്റ്. ഇത് രാത്രിയിൽ രാവിലെ പകലുമൊക്കെ ബാധകമാണ്. ഓക്കെ. 10 മണി 17 മിനിറ്റ്, 10:26, 10:35, 10:44, 10:53, 11:07, 11:16, 11:25, 11:34, 11:43, 11:52. ഓക്കെ. 12 മണി 6 മിനിറ്റ്, 12:15, 12:24, 12:33, 12:42, 12:51, 1 മണി 8 മിനിറ്റ്, 1:17, 1:26, 1:35, 1:44, 1:53, 2 മണി 7 മിനിറ്റ്, 2:16, 2:25, 2:34, 2:43, 2:52, 3:15, 3:24, 3:33. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ നമ്പർ. 3:42, 3 മണി 6 മിനിറ്റ്, 3 മണി 51 മിനിറ്റ്, 4 മണി 5 മിനിറ്റ്, 4:44, 4:14, 4:23, 4:32, 4:41, 4:50, 4:59, 5 മണി 4 മിനിറ്റ്, 5:13, 5:22, 5:31, 5:40, 5:49, 6 മണി 3 മിനിറ്റ്, 6:12, 6:21, 6:30, 6:39, 6:48, 7 മണി 2 മിനിറ്റ്, 7:11, 7:20, 7:29, 7:38, 7:47, 8 മണി 1 മിനിറ്റ്, 8:10, 8:19, 8:28, 8:37, 8:46. ഇത് രാവിലെയും രാത്രിയിലും സമയമാണ് ന്യൂമറോളജി അനുസരിച്ച്. പിന്നെ രാഹുകാലം നിങ്ങൾ നോക്കിക്കോണം. ഓക്കെ. അപ്പോൾ ഇത് ഈ സമയങ്ങളിൽ ഏത് ചെറിയ കാര്യമാണെങ്കിലും, നമ്മൾ ഫോൺ വിളിക്കാനാണെങ്കിലോ അല്ലെങ്കിൽ വീട്ടിലെ തന്നെ ചെറിയ കാര്യങ്ങൾ തൊട്ട് വലിയ കാര്യങ്ങൾ വരെ ചെയ്യുമ്പോൾ ഈ സമയങ്ങൾ നോക്കി ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ പോസിറ്റീവ് റിസൾട്ട് നിങ്ങളുടെ കർമ്മങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ടിപ്പുകൾ പറഞ്ഞു തരും. ഇത് മാത്രമല്ല, ഇതിനകം തന്നെ 10-12 വീഡിയോസ് ഞാൻ ചെയ്തു കഴിഞ്ഞു. അതെല്ലാം തന്നെ ഏകദേശം 64 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസാണ് ഞങ്ങൾ 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തരുന്നത്. എല്ലാവരും ഇതുപോലെ പറഞ്ഞു തരത്തില്ല. അപ്പോൾ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. ഒരു പരീക്ഷണത്തിന് വേണ്ടി. ഓക്കെ. തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും മറ്റ് വീഡിയോകളുമായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തും. നിങ്ങളെക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ നിറയ്ക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഭാഗ്യം ചാനലിൻ്റെ ലക്ഷ്യം. ദുരുദ്ദേശമൊന്നുമല്ല, സതുദ്ദേശമാണ്. ഓക്കെ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും, ഭാഗ്യം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ശുഭദിനം.